جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ വലുതും ചെറുതുമായ സകലമാന പാവങ്ങളും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമത്തു ഷഹാദ ഉറക്ക ഉച്ചരിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം, ഹാജിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമയമാണ്, സന്ദർഭമാണ്. ഒരു മനുഷ്യന്റെ ഇസ്ലാമിലെ 5 കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ നിലനിൽപ്പിനുള്ള സാമ്പത്തികമായ സ്രോതസ്, ഇതെല്ലാം അല്ലാഹു നമുക്ക് നൽകിയിട്ട് പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കും. അവൻ ഈ കൊടുത്ത സമ്പത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അത് മടക്കി കൊടുക്കുന്നുണ്ടോ, തിരിച്ചു കൊടുക്കുന്നുണ്ടോ, അവന് ശുക്ർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പടച്ച തമ്പുരാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പൊ അവന്റെ ഒരു ഇബാദത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിലാണ് പരിശുദ്ധമായ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. 5 കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അതിൽ 5ാമത്തെ കാര്യം പൂർത്തിയാക്കുന്നതോടുകൂടി, അതാണ് ഹജ്ജിന്റെ ദിവസത്തിലാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അല്ലാഹു തആല ഇറക്കിയത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പരിശുദ്ധമായ അറഫയിൽ വെച്ച് ഈ ആയത്ത് ഇറക്കിയപ്പോൾ നബിയെ, ഇന്നേ ദിവസം ഈ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ഹജ്ജോട് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയത്ത് അല്ലാഹു ഇറക്കിയത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദീൻ ഇന്നത്തോടു കൂടി പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞു. എല്ലാ തീരുമാനങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളുടെ മേൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ സമുദായത്തെ നയിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ച് അള്ളാഹുവിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളത്. മാത്രമല്ല ഈ ലോകത്ത് പല ദീൻ എന്ന പേരിൽ അറിയപ്പെടും, പല പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും, അപ്പൊ പല ആദർശങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ അള്ളാഹു അവിടെ ഒരു വാക്കുകൂടെ നമ്മളോടൊപ്പം നമുക്ക് മനസ്സിലാക്കി തരാൻ അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞു, വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. നല്ലതുപോലെ മനസ്സിലാക്കിയോളി. നമ്മൾ നമ്മുടെ സമുദായങ്ങളൊക്കെ ഈ പരിശുദ്ധമായ ദീൻ വിട്ടിട്ട് ചില ബുദ്ധിജീവികൾ എന്ന് പറയരുത്, കുബുദ്ധികള് അവര് ദീനിനെ മലീമസമാക്കി നമ്മുടെ ചെറുപ്പക്കാർ, പെണ്ണുങ്ങള്, ആണുങ്ങളെയൊക്കെ അതിലേക്ക് വലിച്ചടിച്ച് ഈ ഭൗതികമായ ദുനിയാവിന്റെ ആധുനിക സംവിധാനങ്ങളെ എല്ലാം എടുത്തു വെച്ച് പരിശുദ്ധ ഇസ്ലാം പഴഞ്ചനാണ്, അത് പുരാതനമായ ഗ്രന്ഥമാണ്, ഇന്നത്തെ ഈ കാലത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുമ്പോ, അധിക്ഷേപിക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവരമില്ലാത്ത കുറെ എണ്ണം അതിനോടൊപ്പം പോകുന്നവരുണ്ട്. ഓർത്തുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ഒരു വാക്കാണ് വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. വലിയൊരു വാക്കാണത്. ലോകത്തിന്റെ അധിപരാശക്തിയായ പടച്ച തമ്പുരാൻ പറഞ്ഞൊരു വാക്കാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അള്ളാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. നമ്മളെയൊക്കെ സൃഷ്ടിച്ച് സംഹരിക്കുന്നവൻ അള്ളാഹുവാണ്. ആ റബ്ബിലേക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് നമ്മൾ മടക്കുന്നത്. നമ്മൾ അള്ളാഹുവിൽ ഉള്ളവരാണ്. വ ഇലൈഹി നുശൂർ, അവനിലേക്കാണ് മടക്കം. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടക്കം. പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മളോട് പറയുന്നു. ആ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവാണ് നമ്മളോട് പറഞ്ഞത് വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ പരിശുദ്ധമായ പവിത്രമായ പാവനമായ ഈ ദീനിനെ ഞാൻ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നർത്ഥം. അത് മനസ്സിലാക്കിക്കോളി, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ. ഇതല്ലാത്തതൊന്നും ഒരു പ്രസ്ഥാനവും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഒരാദർശവും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ഈ ഇസ്ലാം, ആ ദീനാണ്. വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. അതിനകത്ത് രണ്ട് അഭിപ്രായമില്ല, ഇത് അവസാനത്തെ വാക്കാണ്. ഇനി ആരെല്ലാം ഇസ്ലാം അല്ലാത്തതിന്റെ പേരിൽ അമുസ്ലിമായി നിന്നുകൊണ്ട് എന്തെല്ലാം നന്മകൾ ചെയ്തോട്ടെ, എന്തെല്ലാം നന്മകൾ ചെയ്തോട്ടെ. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും അവർ ഈ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ, അവരുടെയും അന്ത്യം എങ്ങനെയായിരിക്കും, അവരുടെയും ആഖിറം എങ്ങനെയായിരിക്കും. അള്ളാന്റെ ഒറ്റ ഒരു വാക്ക് ഇന്നദ്ദീൻ ഇൻദല്ലാഹി അൽ ഇസ്ലാം, അത് മാത്രമേ ഉള്ളൂ മറുപടി. ആരെല്ലാം എന്തെല്ലാം ചെയ്തു കൊള്ളട്ടെ, നമുക്കിനി പേരെടുത്ത് പറയണ്ട. ഏത് ആദർശമുള്ളവരും, ഏത് പ്രത്യയശാസ്ത്രത്തിലായവരും, ഏത് മതത്തിന്റെ വക്താക്കളായാലും, അതിന്റെ പുരോഹിതന്മാരായാലും, അതിന്റെ നേതാക്കന്മാരായാലും ആരുമാകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രസ്ഥാനം, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആദർശം, അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് അൽ ഇസ്ലാം. അവസാനത്തെ വാക്കാണ്. ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഞാൻ അവരങ്ങനെ ചെയ്തു, ഇവര് അയാളെ തെരഞ്ഞെടുത്തു, ഇയാളെ തെരഞ്ഞെടുത്തു, അയാൾ വലിയ ആളല്ലേ, അവർക്കൊക്കെ അങ്ങനല്ലേ. നോ, അള്ളാന്റെ അടുക്കൽ ഇതൊന്നുമല്ല. ومن يبتغي غير الإسلام دينا ومن يبتغي غير الإسلام دينا, ഈ പരിശുദ്ധമായ ദീനല്ലാത്ത മറ്റൊരു പ്രസ്ഥാനത്തെ ഒരാൾ ഏറ്റെടുത്താൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടൂല. അള്ളാന്റെ വാക്കാണ്. സദഖല്ലാഹ്, അള്ളാന്റെ വാക്കാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ഈ പരിശുദ്ധമായ ദീനല്ലാതെ മറ്റൊരു മതത്തെ, ആദർശത്തെ ആര് ഏറ്റെടുത്തോ, ആരതിനെ സ്വീകരിച്ചോ, ആരതിനെ പിൻപറ്റുന്നുവോ, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ ആഖിറത്തിൽ പരാജിതരുടെ പട്ടികയിലാണ്. അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു നമ്മളെ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് നിർത്തുമാറാകട്ടെ. നമ്മുടെ ആദർശം ഇതാണ്. എന്ത് ത്യാഗം സഹിച്ചാലും, എന്ത് പീഡനങ്ങൾ സഹിച്ചാലും, എന്ത് വേദന സഹിച്ചാലും ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിൽ നിന്ന് വിട്ടുപോകരുത്. അള്ളാഹു നമ്മളെ മരണം വരെ, അവസാനത്തെ ശ്വാസം വരെ ഈ ദീനിൽ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഇത് പോയാ പോയി, നമ്മുടെ ആദർശങ്ങളെല്ലാം പോയി, ഈമാനെല്ലാം തകർന്നു, മൊത്തം പോയി. ഇത്തരം ചെയ്ത അമലുകളെല്ലാം നമുക്ക് വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് മരണസമയം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വാക്ക് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണോ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവന്റെ അവസാനത്തെ വാക്ക് അതാണ്. ആശുപത്രിയിലേക്ക് പോകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അവന്റെ അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആശുപത്രി കയറി ബോധമില്ലാതായി, കോമോയിലായി, പിന്നെ മരിച്ചു എന്ന വാർത്ത. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക്
അവസാന വാക്ക് നമ്മളെല്ലാ വിഷയത്തിലും പറയുന്നത് ഇതാണ് അതിന്റെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് ഇനി ഒന്നില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്ക് ദഖലൽ ജന്ന, സ്വർഗത്തിലെത്തി എന്നുള്ളതാണ് എന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ അവസാനത്തെ വാക്ക് അതായിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എവിടെയായിരുന്നാലും ഒരു ചെറിയൊരു പനിയും വന്ന ആശുപത്രിയിൽ പോകണം, ഐസിയുയിൽ കയറുവാന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞിട്ട് പൊയ്ക്കോണം. കാരണം ഇഞ്ചക്ഷൻ എടുക്കുന്നത് രക്ഷപ്പെടാനായിരിക്കും, ചിലപ്പോൾ ആ ഇഞ്ചക്ഷൻ ജാവാനും ആവും, അറിയാൻ പറ്റില്ല. ഡോക്ടർ പറയും ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഇൻഫെക്ഷൻ എന്നൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതോടുകൂടി എന്ത് വന്നാലും ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു, അത് ആ ഇൻഫെക്ഷൻ അടിച്ചു, ആള് തീർന്നു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് വന്നാലും ഇൻഫെക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരുടെ കയ്യബദ്ധം വന്നാൽ നമുക്ക് വല്ലതും അറിയോ? കിഡ്നി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് മരിച്ചുപോയി, അബദ്ധത്തെ എവിടെയോ സംഭവിച്ചു, ആള് ഔട്ടായി പോയി. ആ സമയത്ത് അറ്റാക്ക് വന്നെന്ന് പറയും. നമ്മളിപ്പോൾ അന്വേഷിക്കാൻ പോകുന്നുണ്ടോ അറ്റാക്ക് വന്നുണ്ടോ അല്ല കാണാനുണ്ടോ? കാരണം അന്വേഷിക്കാൻ പോകുന്നവർ പറഞ്ഞു നമ്മൾ കിട്ടില്ല, ബില്ലടക്കി പോയി, തീർന്നു. അതുകൊണ്ട് നമ്മൾ ആശുപത്രി കയറുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഫവ്വിദു അംരി ഇലല്ലാഹ്, പടച്ചവന്റെ അവസാനത്തെ വാക്ക് ഇതാണ്. ഞാന് ഇനി ഹയാത്തോടുകൂടി തിരിച്ചു വരുമോന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടത് ആ ഒരു മതത്തിൽ നിൽക്കാനാണ്. അവിടെ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചാലും, ആരെല്ലാം വന്നാലും, എത്ര ശിർക്കിന്റെ അഹലുകാർ വന്നാലും ഈ ഈമാൻ വിട്ട് നമ്മൾ കളിക്കരുത്. കാരണം അള്ളാഹു റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെട്ട് ഹജ്ജിന്റെ മാസത്തിൽ അറഫ ദിവസത്തിൽ നബി തങ്ങളോട് പറഞ്ഞ വാക്ക, നബിയെ ഈ ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. റളീതു ബില്ലാഹി, റളീതു ബില്ലാഹ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي. അല്ലാഹ്, ഞാൻ അങ്ങയുടെ മേൽ ചെയ്ത നിഅമത്തുകൾ പൂർത്തിയാക്കി. എത്ര നിഅമത്തുകളാണ് ഹബീബേ! ഏറ്റവും വലിയൊരു നിഅമത്തല്ലേ അല്ലാഹു നമുക്ക് ചെയ്തത്? ശുദ്ധി എന്നുള്ളത്, വൃത്തി, ശുദ്ധി, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. ഇത് മുസ്ലിമീങ്ങൾക്കല്ലാതെ വേറെ ആർക്കുള്ള ആർക്കുള്ളത്? മൂത്രം കുടിച്ച് ചാണാനം തിന്ന് കിടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരില്ലേ? ശവങ്ങൾ തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരില്ലേ? മണ്ണുവാരി തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരില്ലേ? കോടി പണങ്ങൾ കയ്യിലുണ്ടായിട്ട് നല്ല ഒരു ഭക്ഷണം തിന്നാൻ ഗതിയില്ലാതെ, നല്ലൊരു ഭക്ഷണമുള്ള ഭാഗ്യമില്ലാത്തവരില്ലേ? നിർഭാഗ്യവാന്മാർ എത്രയോ പേർ. ഏറ്റവും നല്ല ഭക്ഷണം തിന്നുന്ന ഒരു ഖൗമായി അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തില്ലേ ഹബീബേ? നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് പോലെ വേറെ ആർക്കുണ്ട്? നമ്മൾ തിന്നുന്നത് പോലെ ആര് തിന്നുന്ന ഈ ദുനിയാവില്? ചരിത്രം എടുത്ത് നോക്ക്. ഏറ്റവും കൂടുതൽ തീറ്റിയില്ലോ നമ്പർ 1 മുസ്ലിമീങ്ങളല്ലേ? അല്ലേ? ഏറ്റവും നല്ല റാഹത്തോടെ താമസിക്കുന്നവരാരാ? ഏറ്റവും നല്ല വീട് വെക്കുന്നവരാരാ? ഏറ്റവും നല്ല വാഹനം ഉള്ളതാരാ? ഏറ്റവും നല്ല ബിസിനസ്സുകാരാരാ? ഏറ്റവും നല്ല വൃത്തിയുള്ളവരാരാ? ഏറ്റവും നല്ല സ്പ്രേ അടിച്ച് അത്രടിച്ചടക്കുന്നവരാരാ? ചിന്തിക്കുക. എവിടെ നോക്കിയാലും ഇതൊരു നിഅമത്തല്ലേ ഹബീബേ? നമ്മുടെ അല്ലാഹു നമുക്ക് ഇതെന്നൊരു നിഅമത്ത് നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് ഇതെന്നൊരു നിഅമത്താണ്, അത് നമ്മൾ മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ സമ്പത്ത് ധർമ്മം ചെയ്യുന്നവർ ലോകത്ത് ആരാ? മുസ്ലിം സമുദായം അല്ലാതെ ആരാ ചെയ്യുന്നത്? അവന് നിസ്കാരം ഉണ്ടോ ഇല്ലയോ, ഒരു പ്രശ്നം വന്നാൽ, ഒരു സാമൂഹ്യ പ്രശ്നം വന്നാൽ അടിയന്തരമായി ഇടപെട്ട് സഹായിക്കുക എന്നുള്ളതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഖൗമല്ലേ? വേറെ ആരാ ഇത് ചെയ്തു കൊടുക്കുന്നത്? ഹിന്ദുവിനാകട്ടെ, ക്രിസ്ത്യാനിക്കാകട്ടെ, ആർക്കുമാകട്ടെ. ഫലസ്തീനെ കൊന്നൊടുക്കിയ ഇസ്രയേലുകാരുടെ നാട്ടില് കാട്ടുതീ പടർന്നപ്പോ ഫലസ്തീൻകാരെല്ലാം കൊച്ചുകുട്ടികളടക്കം പറഞ്ഞു ഞങ്ങൾ വന്ന് അണച്ചു തരാന്ന്. ഒന്നുമില്ലെങ്കിലും ഒരു വാക്ക് ചിന്തിക്കണം, ഞങ്ങൾ അതിന് തയ്യാറാണ്, അണച്ചു തരാം. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അള്ളാഹു എത്ര വലിയ നിഅമത്താ നമുക്ക് ചെയ്തത്. നമ്മൾ കഴിക്കുന്ന പോലെ ഭക്ഷണം, നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ, നമ്മൾ യാത്ര ചെയ്യുന്ന പോലുള്ള വാഹനം, നമ്മൾ താമസിക്കുന്നത് പോലുള്ള വീട് ആർക്കല്ലാഹു കൊടുത്തു? എത്ര വലിയ നിഅമത്ത്. വഅത്മംതു അലൈക്കും നിഅമതി. മരത്തിന്റെ മുന്നിലും മനുഷ്യനുണ്ടാക്കിയ ദൈവത്തിന്റെ മുന്നിലും ഞാൻ എന്റെ ദൈവം ഞാൻ ആരാധിക്കാൻ, ഞാൻ ദൈവത്തെ ഉണ്ടാക്കാൻ, ഞാൻ ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഞാൻ ആരാധിക്കാൻ, മരത്തിന്റെ മുന്നിൽ ആരാധിക്കാൻ, ദീപത്തിന്റെ മുന്നിൽ, സൂര്യന്റെ മുന്നിൽ, ചന്ദ്രന്റെ മുന്നിൽ, കരിങ്കല്ലുകളുടെ മുന്നിൽ, ഇതൊന്നുമില്ല. അല്ലാഹു ഒരുവനുണ്ട് നമ്മുടെ മുന്നിൽ, അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല. എവിടെ നോക്കിയാലും നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഒരു ബിംബത്തെ നമുക്ക് കാണാൻ പറ്റൂല. ആ പടച്ച തമ്പുരാനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആരാധനകൾ മുഴുവനും അർപ്പിക്കുന്നത്. അതുകൊണ്ട് നബിയെ, എനിക്ക് ഈ ദീൻ നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. അത് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ മാസത്തിലല്ലേ? ഈ ഹജ്ജിന്റെ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. അതിന്റെ പൂർത്തീകരണമാണ് പരിശുദ്ധമായ ഹജ്ജ്. അതിന്റെ പൂർത്തീകരണമാണ്.
4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. നിസ്കാര ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലിയവരാണ്. ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ലാന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ്. അതിന്റെ ഉദാഹരണമാണ് ഇഖാമത്തുസ് സ്വലാ. രണ്ടാമതായി അവ നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞത്. അത് ഒന്നുകൂടെ കടുപ്പിച്ചിട്ടാണ് നമ്മൾ നോമ്പെടുക്കാൻ പറയുന്നത്. അതിലും നമുക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിൽപ്പെട്ട സാധുക്കൾക്ക് അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് പടച്ചവന് വേണ്ടി കൊടുക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറയുന്നത് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. ഈ 4 നമ്മൾ ഈ നാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ മഹല്ലത്തിൽ നമ്മുടെ നാട്ടിൽ വെച്ച് പൂർത്തിയാക്കിയിട്ട് 5ാമത്തെ കാര്യം അള്ളാഹു വിളിക്കുകയാണ്, നീ വാ. ഈ 4 കാര്യത്തിന്റെ പൂർത്തീകരണം എന്റെ മുന്നിൽ വെച്ച് നീ ഇവിടെ പൂർത്തീകരിക്കുക. വാ, അള്ളാഹ് വിളിക്കുകയാണ്. 5ാമതായി അള്ളാഹു നമ്മളെ ക്ഷണിക്കുകയാണ്, നീ ഇങ്ങോട്ട് വാ, എന്റെ മണ്ണിലേക്ക് വാ, എന്റെ വീട്ടിലേക്ക് വാ. അതിഥിയായ ഇഷ്ടപ്പെട്ടു 4 വിഷയത്തിൽ അള്ളാഹ് ഇന്റർവ്യൂ എടുത്ത് നീ പാസ്സായ നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൊട്ടാരത്തിലേക്ക് ജോലിക്ക് വിളിക്കാണ്. വാ, അതിഥിയായിട്ട് വിളിക്കാണ്. വാ വാ, അതിഥിയാണ്. അൽ ഹുജ്ജാജു വഫ്ദുല്ലാഹ്, അൽ ഹുജ്ജാജു വഫ്ദുല്ലാഹ്. ഹാജിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അതിഥികളാണെന്നാണ്. അതിഥികളാണ് ഹാജിമാർ. വഫ്ദുല്ലാഹ്, അള്ളാഹു അവരെ ആദരിക്കുന്നു, അള്ളാഹു അവരെ സ്വീകരിക്കുന്നു, അള്ളാഹു അവരെ ബഹുമാനിക്കുന്നു. അള്ളാഹു തആല കാരണം അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നവരാണ്. അതുകൊണ്ട് ഈ 5 ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ അതിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ് പരിശുദ്ധമായ കഅബയിലേക്ക്. ആ കഅബയിലേക്ക് നീ വരികയും ആ കഅബയെ നീ സ്പർശിക്കുകയും അതിന് നീ വലയം ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി നീയും കഅബയുമായി ഒരു ബന്ധം അല്ലാഹ് ഉണ്ടാക്കുകയാണ്, ഒരു കണക്ഷൻ അല്ലാഹ് ഉണ്ടാക്കുകയാണ്. ഈ കണക്ഷൻ ഒരിക്കലും പിന്നെ വിട്ടുപോകില്ല. നീ മരിച്ചാലും വിട്ടുപോകില്ല. ഈ കഅബയോടൊപ്പം നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെത്തിക്കും. കഅബയെ പിടിച്ചവൻ, കഅബയെ വലയം ചെയ്തവൻ, കഅബയുടെ അരികിൽ എത്തിയവന് ഈമാനോടും ഇഖ്ലാസോടും കൂടി എത്തിയവനാണെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി എത്തിയവനാണെങ്കിൽ, ഭൗതികമായ മറ്റ് നേട്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ എന്റെ റബ്ബിനെ കാണുക, എന്റെ റബ്ബിലേക്ക് എത്തുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി ആരെങ്കിലും ആ കഅബയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കഅബയുമായിട്ട് അല്ലാഹു തആല ഇവനെ കണക്ട് ചെയ്തിട്ട് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല കഅബ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയം ഇവനെയും അതിനോടൊപ്പം ചേർത്ത് കൊണ്ടുപോകും. ഇവനെയും എന്നോടൊപ്പം ചേർത്തുകൊണ്ട് പോകും. അതിനാണ് വരാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നീ വന്നിട്ട് ഇവിടെ ഒരു ഫോം പൂരിപ്പിച്ച് ആ ഹജറുൽ അസ്വദിൽ ഇട്ടിട്ട് പോ. ഇത് ഇവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ നിന്റെ പേര് ഈ കഅബ വിളിക്കും. ആരെല്ലാം ഈ കഅബയിൽ വന്നിട്ടുണ്ടോ അവരെ മുഴുവനും ഈ കഅബയുടെ പരിസരത്ത് കൊണ്ടുവരാതെ കഅബ അനങ്ങൂല എന്നാണ് ഹദീസിൽ കാണുന്നത്. കഅബയിൽ വന്നവർ ആരെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി നിയത്ത് ചെയ്ത് നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പരിശുദ്ധമായ കഅബയിലേക്ക് വന്നവർ ആരെല്ലാം ഉണ്ടോ, ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ മാലാഖമാർ 70,000 മലക്കുകൾ വന്ന് സ്വർണ്ണ ചങ്ങലയിൽ കഅബയെ വലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ അനങ്ങൂല. എന്താ അനങ്ങാത്ത? ഇനിയും കുറെ പേര് എന്നെ ഇവിടെ വരാനുണ്ട്, അവരെ കിട്ടിയിട്ടില്ല. അപ്പൊ പറയും അവര് പാപം ചെയ്തവരാണ്, അവർ ഹജ്ജ് കഴിഞ്ഞും തെറ്റുകൾ ചെയ്തവരാണ്, അതുകൊണ്ട് അവരെ നിന്റെ പരിസരത്തെ കൊണ്ടുവരാൻ പറ്റൂല. അത് പറഞ്ഞാൽ പറ്റൂല. ഞാൻ അനങ്ങൂല ഇവിടുന്ന്. അവരെയും കൊണ്ട് എന്റെ മുന്നിൽ വന്നവരാണ്. അവർ എന്റെ മുന്നിൽ വന്നവരാണ്, എന്നെ ലക്ഷ്യം വെച്ച് വന്നവരാണ്, എന്നെ തവാഫ് ചെയ്തവരാണ്, എന്നെ ചുംബിച്ചവരാണ്. അതുകൊണ്ട് എനിക്കവരെ മനുഷ്യനാണ്. അവൻ ഇതെല്ലാം ചെയ്തിട്ട് പോയി. ഒരു സുപ്രഭാതത്തിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവനൊരു തെറ്റിലേക്ക് വീണുപോയി. അതുകൊണ്ട് അവനെ അങ്ങനെ തന്നെ ഒരു തെറ്റുകാരനാക്കി മാറ്റാൻ പറ്റൂല. അവനെയും കൊണ്ടുവരാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങുന്ന ചരിത്രമില്ല. അല്ലാഹു തആലയുടെ മലക്കുകൾ പറയും, പഠിച്ചാനെ രക്ഷയില്ല, കഅബ അനങ്ങുന്നില്ല, എന്താ ഇവന്റെ തീരുമാനം? പറയുന്നത് പോലെ ഏറ്റെടുക്ക്, അവരെ കൊണ്ടങ്ങ് എത്തിച്ചുകൊടു, അല്ലാതെ രക്ഷയില്ല. ചിന്തിക്ക് സുഹൃത്തുക്കളെ, കൈവശം നമുക്ക് കയ്യിൽ പണം ഇരുന്നിട്ട് സ്വർഗത്തിന് വേണ്ടി പണം ചെലവാക്കാതെ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി പണം നമ്മൾ ചെലവാക്കി വെക്കുകയാണ്. ദുനിയാവിനെ വാരിക്കൂട്ടാൻ വേണ്ടിട്ട്. ഈ ദുനിയാവ് മൊത്തം വാരിക്കൂട്ടിട്ട് ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് നരകത്തിലേക്കാ പോകുന്നത്. അതെന്താ ചിന്തിക്കാത്തത്? ഈ പണത്തിന്റെ അതിപ്രസരത്തിൽ അള്ളാഹുവിനെയും ദീനിനെയും നമ്മൾ മറന്നുപോകും. ഒരു സുപ്രഭാതത്തിൽ മറന്നുപോകും. അതിന് നമ്മൾ മസലകൾ കണ്ടെത്തും ദുനിയാവിൽ ജീവിക്കാൻ. അതിനെങ്ങനെ കണക്കാണിക്കണ്ടേ, ഇതിനിങ്ങനെ കണക്കാണിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇബാദത്തും നമസ്കാരവും നോമ്പും സുന്നത്തും നോമ്പും അവ്വാബീനും ഇശ്റാഖും ളുഹായും എല്ലാം ഉള്ളവര് പോലും പലിശയായിട്ട് ബന്ധപ്പെടും,
കച്ചവടത്തിന്റെ വിഷയത്തിൽ, വാഹനത്തിന്റെ വിഷയത്തിൽ, വീടിന്റെ വിഷയത്തിൽ എവിടെയെങ്കിലും പോയില്ലേ? ഇതൊക്കെ ശൈത്താന്റെ പരീക്ഷണങ്ങളാണ്. പിശാച് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഇത്രയും നല്ല ഇബാദത്തിൽ ഇവന്റെ ജീവിതത്തിൽ ഒരു പലിശയുടെ ഒരു അംശം പോലും ഇല്ല, അത്രയ്ക്ക് സൂക്ഷ്മശാലിയായിട്ട് ജീവിക്കുന്നവനെ ഏതെങ്കിലും ഒരു കണക്കിൽ കൊണ്ടുവന്നിട്ട് ഇവൻ അതിനകത്ത് ഇടപെടുത്തി കളയും. ഹലാലായ സമ്പത്തിനെ അവൻ ഹറാമാക്കി കളയും. പിശാചിന്റെ പണി അതാണ്. എങ്ങനെ രക്ഷിക്കാൻ പാടില്ല, നശിപ്പിക്കണം, നാളെ സ്വർഗത്തിൽ കയറ്റാൻ പാടില്ല. ഇത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരോട് പോലും പറയുന്നത്, കച്ചവടം ഇന്ന ശൈത്താന വൽ ഇസ്മ യഹ്ലുറാനിൽ ബൈഅ ഫശൂബു ബൈഅകും ബിസ്സദഖ. നബിയുനാ റസൂലുള്ളാഹി പിശാചും പാവങ്ങളും നിങ്ങളുടെ കച്ചവടത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും കേട്ടോ. പിശാചും പാവങ്ങളും, ഈ പിശാച് പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് അറിയാതെ, നീ ഇപ്പൊ ഇച്ചിരി ലോൺ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നം വരും, അവിടെ അന്വേഷണം വരും, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും അത് കൂട്ടും, എങ്ങനെയെങ്കിലും ഇതിനകത്താക്കും. സാറേ ഇത്രയും വലിയ നിങ്ങൾ 5 കോടിയുടെ വലിയ സ്ഥാപനം എടുത്തിട്ട് ഇതെങ്ങാനും കത്തിപ്പറഞ്ഞു പോയാൽ ഇത് നിങ്ങൾക്ക് വലിയ നഷ്ടമാവൂലേ? പെട്ടെന്ന് വല്ല ഇൻഷുറൻസും കാര്യം സംവിധാനമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കണ്ടേ? എങ്ങനെ അപ്പൊ ചിന്തിക്കും. ശരി തന്നെയാണ്. ഇവന്മാര് തന്നെ രാത്രി കൊണ്ട് തീ വെച്ചാലും അറിയാനും പറ്റൂല. പിറ്റേ ദിവസം വന്നിട്ട് പറയും, ഞങ്ങൾ പറഞ്ഞല്ലേ സാറേ ഇന്നലെ നിങ്ങൾ എന്ത് എടുത്തുവിടായിരുന്നോ? അപ്പൊ ഇവന് ചിന്തിക്കും, അത് എടുത്തിരുന്നെങ്കിൽ എങ്കിൽ എന്നൊരു വാർത്ത വരുന്നില്ലേ? ആ വണ്ടി കൊണ്ടുപിടിച്ചു അവൻ്റെ ഇന്നലെ പറഞ്ഞ അത് ബ്രേക്ക് മുറുക്കിയിട്ട് പോടാന്ന് അവൻ്റെ പറയാൻ കേൾക്കാതെ, കുഴപ്പമില്ല വാപ്പ, കുഴപ്പമില്ല വാപ്പ, ഞാൻ ഫ്രണ്ടും കൂടെ ചേർത്ത് പിടിച്ചോളാം പാപ്പ. പിറ്റേ ദിവസം വണ്ടി അടിച്ച വാപ്പ പറയടാ ആ ബ്രേക്ക് മുറുക്കിയിരുന്നെങ്കിൽ. എങ്കിൽ എന്നുള്ള വാക്ക് ഇസ്ലാമിലില്ല. നബിതങ്ങൾ പറഞ്ഞത് ശൈത്താന്റെ വാക്കാണ്. ആ എങ്കിൽ എന്നുള്ള വാക്ക് ശൈത്താന്റെ വാക്കാണ്. ഇത് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് നിന്നെ അവിടെ കൊണ്ട് ഇടിപ്പിക്കാൻ. നീ ബ്രേക്ക് മുറുക്കാൻ അള്ളാഹ് സമ്മതിക്കൂല. അപ്പോ അള്ളാന്റെ തീരുമാനമാണ്. അല്ലാതെ എങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് പിശാചിന്റെ വാക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാന്റെ ഖദർ, അള്ളാന്റെ തീരുമാനം അത് അങ്ങനെയാണ് സംഭവിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹ് നമുക്ക് പരിക്കില്ലാതെ അള്ളാഹ് രക്ഷപ്പെടുത്തി സഹായിച്ചു. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, ഏറ്റവും വലിയ കാര്യമാണത്. അപ്പൊ എങ്ങനെയെങ്കിലും നന്മയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിശാച് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ അലുക്കുലുത്ത് മനസ്സിലാക്കിയിട്ട് കൊണ്ടിടും. ഇപ്പൊ മഴ പെയ്യുമ്പോൾ തന്നെ ഇപ്പൊ വേനൽ, അടുത്ത മാസം ജൂൺ ആവുമ്പം കാലവർഷം തുടങ്ങും, നമ്മളങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ്, ജൂൺ ആവുമ്പോൾ കാലവർഷം തുടങ്ങും. ഇപ്പൊ ഇടിവെട്ടുന്ന വേനൽ മഴയാണ്, തുലാവർഷമാണ്. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്, ഈ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇതാണ് ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചത്. ഇതാണ് നമ്മുടെ സംസാരം അങ്ങനല്ലേ. ഇപ്പൊ തുലാമഴയാണ്, അടുത്ത വർഷം കാലവർഷമാണ്. ഇതൊക്കെ നമ്മളങ്ങോട്ട് തീരുമാനിച്ചു. ഇപ്പൊ കാലം മൊത്തവും മാറിക്കിടക്കുകയാണ്. അങ്ങനെ പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷെ നമ്മളടക്കം, സാഹചര്യം അടക്കം, നമ്മളിപ്പോ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വെളിയിൽ നിൽക്കും, മഴ പെയ്യുമ്പം കൂടെ നിൽക്കുന്നവരും ഇമാമ് നിന്നവരും മഅ്മൂമ് നിന്നവരൊക്കെ പറയും, ഇപ്പൊ തുലാവർഷം തുടങ്ങി ഉസ്താദേ. ശരിയാ, ഞാനും ഒക്കെ ഇറങ്ങി, ഞാനും അതിനകത്തായി. തുലാവർഷം തുടങ്ങി ഉസ്താദ് അവർ പറഞ്ഞപ്പോ ഞാനും ഒക്കെ പറഞ്ഞു. കാലവർഷം തുടങ്ങി ഉസ്താദെ, ശരിയാ കാലവർഷം, ഇനി ഇത് മുതൽ 6 മാസം വരെ മഴയാ. നമ്മളങ്ങനെ പറഞ്ഞു. അല്ല, അള്ളാന്റെ റഹ്മത്താണ്, അള്ളാന്റെ തീരുമാനം, ഇത് നമ്മൾ പറയൂല. ഇത് മറ്റവന്റെ പണിയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കണം. അതുകൊണ്ട് ഈ സമ്പത്തുള്ളവനെ മക്കയിലേക്ക് വിടൂല. കാരണം ഇവൻ സ്വർഗത്തിൽ പോകും. ഇത്രയും പണം കയ്യിൽ വെച്ചിട്ട് ഇവൻ സ്വർഗത്തിൽ പോകാൻ പാടില്ല. ഈ പണം കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിട്ട് പൊളിപ്പിക്കും ഇവനെ കൊണ്ട് ഇങ്ങനെ. ഇതാണ് ഈ ശൈത്താന്റെ ഏറ്റവും വലിയ പണി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. നിന്റെ മനസ്സിനകത്ത് മറ്റ് പിശാചിന്റെ ശർറുകൾ പ്രേരണ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് ഹജ്ജ് ചെയ്ത് അള്ളാഹെ കണ്ട് തൃപ്തിപ്പെട്ട് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ, നീ പെട്ടെന്ന് ഹജ്ജിന് പോകും. ഹജ്ജിന് പോയി കഴിഞ്ഞ് നീ ഒരു തെറ്റ് ചെയ്തു എന്നാണ് അതിനകത്ത് തൗബ അല്ലാഹ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആരാണ് ഹബീബെ ഈ ഹജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യാത്തവരാരാ? ഹജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യാത്തവരാരാ? നമ്മളിപ്പോ ഹജ്ജിന് അങ്ങോട്ട് പോയെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പഴയ മുതുക്കൻ ഹാജിയാക്കന്മാരെ നോക്കും. മുതുക്കൻ ഹാജിയാക്കന്മാർ പണ്ടും കണ്ട് പോയതാ. 1919 20 പോയ ഹാജിയാക്കന്മാർ കാണും. 1940 പോയവർ കാണും, 30 പോയവർ കാണും, 1950 60 70 പോയവർ കാണും. ആ 70 പോയ ഹാജിയെ ഒന്ന് വിളിച്ചിട്ട് ചോദ്യം, വല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ? ഇന്നേ പറഞ്ഞ അവർ തെറ്റ് ചെയ്തിട്ടില്ല. ചോദിച്ചു നോക്കി വയസ്സായ ആളാണ്.
70 ഹജ്ജ് ചെയ്താ. ഞാൻ അവിടെ നിന്ന് ഹജ്ജ് ചെയ്താണ്, ഞാൻ സൗദിയിൽ നിന്ന് ഹജ്ജ് ചെയ്താണ്. ഹജ്ജ് ഈമാനോടുകൂടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അത് അള്ളാഹ് സ്വീകരിക്കും. മനുഷ്യനാണ്, അവന്റെ കയ്യിൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതിനാണ് തൗബ എന്ന് പറയുന്ന ഒരു ആയുധം അള്ളാഹു നമുക്ക് തന്നത്. അതവൻ ഖേദിച്ച് മടങ്ങണം. തെറ്റിയ തൗബ ചെയ്യുക, തെറ്റിയ അതല്ല അതിന്റെ അർത്ഥം, അതല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ചെയ്തു പോയി. ആ ചെയ്തു പോയ തെറ്റിന് പരിഹാരമായി റബ്ബിനോട് നമ്മൾ പടച്ചവനെ സംഭവിച്ചു നീ പൊരുത്തപ്പെട്ട് തരണല്ല. ഇപ്പൊ നിങ്ങൾ ഹജ്ജ് ചെയ്തത് കൊണ്ട് പാവങ്ങൾ പൊറുക്കപ്പെടും എന്നാണോ അതിന്റെ അർത്ഥം? ഹജ്ജിന് പോയാൽ നമ്മൾ വൻ പാവങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ തന്നെ ചെയ്യണം, തൗബ തന്നെ ചെയ്യണം. ഹജ്ജിന് പോയാൽ തൗബ തന്നെ ചെയ്യണം വൻ പാവങ്ങൾ പൊറുക്കാൻ. ആ അറഫയിൽ പോയിട്ട് ആ മിനായില് ആ മുസ്ദലിഫയില് അവിടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ വൻ പാപം ചെയ്തു, അല്ലാഹുവേ ഞാൻ വലിയ പാപം തെറ്റ് ചെയ്തു പോയി പടച്ചവനെ, ഇന്ന തെറ്റുകൾ എടുത്തെടുത്ത് പറയണം, ഇന്ന തെറ്റ് ഞാൻ ചെയ്തു അല്ല, ഇനി ഇല്ല റബ്ബേ, ഒരിക്കലും ഇല്ല, ഞാൻ അത് ചെയ്യില്ല, ഞാൻ മടങ്ങി അല്ല, നീ എനിക്ക് പൊരുത്തം തരണം അല്ല, ഞാൻ അതിനു വേണ്ടി നിന്റെ മുന്നിൽ ഈ വലിയ പാപവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, നീ മാപ്പാക്കി തരണം. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ ദുആ വരുന്നതെങ്കിൽ പടച്ച തമ്പുരാൻ നിന്റെ കണ്ണുനീര് തുടച്ച് സന്തോഷിപ്പിച്ച് നിന്നെ വിടും, സന്തോഷിപ്പിച്ചു വിടും. വർഷങ്ങൾ കഴിഞ്ഞു, 5 വർഷം 6 വർഷമായി, സ്വാഭാവികമായിട്ട് എവിടെയോ കുടുങ്ങിപ്പോയി, ഒരു തെറ്റ് വീണുപോയി. പെട്ടെന്ന് നീ ചിന്തിക്കും, അല്പെങ്കിലും ഈമാനുള്ളവനാണെങ്കിൽ, ഞാൻ ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയവനാണ്, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാൻ പാടില്ല. നിന്റെ കണ്ണ് ഈറനണിയണം. ആ ഒരു ദുഃഖം കാരണത്താൽ അത് മതി നിന്റെ പാപം പൊറുക്കാൻ. നീ വെള്ളമടിച്ച്, നീ കഞ്ചാവടിച്ച്, നീ വ്യഭിചരിച്ച്, നിനക്കൊരു കൂസലും ഇല്ല. നീ ഹജ്ജിന് പോയവനാണ്, ഉംറയ്ക്ക് പോയവനാണ്, ഒരു കൂസലും ഇല്ല എങ്കിലും നീ മുനാഫിഖാണ്, നീ മുനാഫിഖാണ്. കാരണം അവന് വിഷമമില്ല, ഈ തെറ്റ് ചെയ്തിട്ട് അവന് വിഷമമില്ല. ഒരു തെറ്റ് വന്നു പോയാൽ അവന്റെ കൽബിന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു വേദനയും ഒരു പ്രയാസവും മനപ്രയാസം ഉണ്ടായി. അവന്റെ കണ്ണിലൂടെ അത് അറിയണം, അത് ഈറനണിയണം. പടച്ചവനെ, ഞാനൊരു ഹജ്ജിന് പോയതാണല്ലോ, എനിക്ക് സംഭവിച്ചു, നീ പൊരുത്തപ്പെട്ടതല്ല. നീ ഒറ്റയ്ക്ക് മതി, നീ ആളുകളെ കാണിക്കണ്ട. ഒറ്റയ്ക്ക് നീ ചിന്തിച്ചിട്ട് പടച്ചവനോട് അങ്ങനെ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് വീണാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീ ചെയ്ത ഹജ്ജ് അത് മബ്റൂറാണ്, മഖ്ബൂലാണ് എന്നതിന്റെ അടയാളാണ്. അല്ലാതെ ഹജ്ജ് ചെയ്യാത്തവരും അല്ല തെറ്റ് ചെയ്യാത്തവരും നീ ദുനിയാവിൽ ഇല്ല ഹബീബേ. നീ ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ ഇനി ഒരു തെറ്റിലേക്ക് വീണു പോയത് കൊണ്ട് ഇനി ശരിയാവൂല, നമ്മുടെ ഹജ്ജ് ശരിയാവൂല എന്നൊന്നും ധരിക്കരുത്. അള്ളാന്റെ ആഗ്രഹം എന്നറിയോ? നീ തെറ്റ് ചെയ്യാതെ അങ്ങ് ജീവിച്ചാൽ നിന്നെയൊക്കെ നശിപ്പിച്ചിട്ട് ഒരു സമുദായത്തെ കൊണ്ടുവരും, അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് തൗബ ചെയ്യിപ്പിക്കും. ഇവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഇവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ കരയണം, അള്ളാഹുടെ ഏങ്ങി കരണം, പൊട്ടി കരണം. സംഭവിച്ചു പൊരുത്തം തരണേ അള്ളാഹ്. ഞാൻ അങ്ങനെ വീഴുന്നതായിരുന്നില്ല. കുറെ എന്റെ കൂട്ടത്തിൽ വന്ന കൂട്ടുകാരന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഞാൻ പെട്ടുപോയി പഠിച്ചു, എനിക്ക് മാപ്പാക്കി തരണേ അള്ളാഹ്. നീ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരി, തീർച്ച നീ പേടിക്കണ്ട, അള്ളാഹ് നമുക്ക് പുറത്തു തരും. അത്രയും കരുണയുള്ളവനാണ് പഠിച്ചവൻ. അതുകൊണ്ട് വയസ്സാം കാലത്ത് നമുക്ക് ഈ ഭൗതികമായ ചിന്തകളും ശാരീരിക ബന്ധങ്ങളും ഒക്കെ തകർന്ന് എല്ലാം ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഹജ്ജിന് പോയിട്ട് പിന്നെ തസ്ബീഹായിട്ടിരിക്കാന്ന് പറഞ്ഞാല് ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണിയല്ല. ആഫിയത്തുള്ളപ്പം പോണം ഹജ്ജിന്. വീൽ ചെയറിനകത്ത് 2 പേര് തെള്ളിക്കൊണ്ട് പോലല്ല വേണ്ടത്. മയ്യത്ത് കട്ടിലെടുക്കുന്ന സമയമാകുമ്പോഴല്ല ഹജ്ജിന് പോകേണ്ടത്. ഓടി ഓടി നടന്നുപോയി കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്യണം. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതല്ലാതെ വയസ്സാം കാലത്ത് തെള്ളുന്നവനും പ്രാവും കൊട്ടാരത്തിനെ കൊണ്ട് ആരോട് തെള്ളി എത്ര പേരോട് നടുക്കിക്കൂടെ? അവന്റെ കാലിന്റെ ഇല്ല കൂടെ ഇവന്റെ കാലം, ഇവന്റെ പ്രാക്ക്, അവന്റെ പ്രാക്ക്, അവിടുന്ന് 2 തട്ട്, ഇവിടുന്ന് 2 തട്ട്, ഓരോ തമ്മാരുടെയും പ്രാക്കും കേൾക്കും. ഈ പോകുമ്പോ അവന്റെ കാലും മുറിഞ്ഞു, ഇവന്റെ കാലും മുറിഞ്ഞു. എന്തിനാ ഇങ്ങനെ പോണം? ആഫിയത്തുള്ള സമയത്ത് പോയിക്കൂടെ? ആരോഗ്യമുള്ള സമയത്ത് പോയിക്കൂടെ? അള്ളാഹ് ഇത്രയും അനുഗ്രഹവും നിഅമത്തും ഒക്കെ തന്നിട്ട് നമ്മൾ ഹജ്ജിന് പോകാതെ ഈ പണം പിടിച്ചു വെച്ചിട്ട് നമ്മൾ കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ടുപോകാൻ? ഈ കാശ് തിന്നാനും നമുക്ക് രുചിക്കാനും നമുക്കത് ഉപയോഗിക്കാനും ഭാഗ്യമില്ല എങ്കിൽ എന്ത് ചെയ്യും? 5 വർഷം കഴിഞ്ഞവർക്ക് വീണ്ടും ഹജ്ജിന് പോവാം. 5 വർഷം കഴിഞ്ഞിട്ട് പുതുക്കാം. ഞാൻ ഹജ്ജ് ചെയ്തിട്ട് 40 വർഷമായി, 30 വർഷമായി, 10 വർഷമായി. ഒന്നുകൂടെ അള്ളാന്റെ വീട്ടിലേക്ക് പോ. പൈസ തന്നിട്ടില്ല, ഇഷ്ടംപോലെ ഇല്ലേ? പുതിയ വണ്ടി എടുക്കുന്നല്ലോ, വീണ്ടും പുതിയ വീട് മോഡിഫിക്കേഷൻ ചെയ്യുന്നല്ലോ, കല്യാണത്തിന് അടിച്ചു പൊളിക്കുന്നല്ലോ. പോയി പണം കൊടുത്ത് അള്ളാന്റെ അടുക്കലേക്ക് പോയിട്ട് ഇതെല്ലാം പറ, പടച്ചവൻ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയി, നീ പൊരുത്തം തരണം. അവിടെ വെച്ച് പോയി പറ, കില്ല പിടിച്ചിട്ട് പറ, ഹജറുൽ അസ്വദ് അടുക്കൽ നിന്നിട്ട് പറ, അറഫയിൽ പോയി നിന്നിട്ട് പറ, മുസ്ദലിഫയിൽ നിന്നിട്ട് പറ, സഫാ മർവയുടെ ഇടയിൽ പോയി നിന്നിട്ട് പറ, പടച്ചവനോട് പറ, സംഭവിച്ചു, നീ പൊരുത്തം താ അള്ളാന്ന് ചോദിക്ക്. പോ.
ഇത്രയും നിഅമത്ത് തന്നില്ലേ. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പണമൊക്കെ തന്നിട്ട് ഇതൊക്കെ കൊണ്ട് വല്ല ആശുപത്രിക്കാരുടെ കയ്യിൽ കൊടുപ്പിച്ചിട്ട് നിന്നെ മരിപ്പിക്കുള്ളൂ. പടച്ചേ വെറുതെ വിടുകയില്ല. തർത്തീബ് അങ്ങനെയാണ്. 4 ദിവസം 3 ദിവസം കിടക്കുന്നതിന് ഒരു ഹജ്ജിന്റെ പൈസ അവൻ വാങ്ങിക്കും. 4 ദിവസം കിടന്നാൽ മതി. അതിനകത്ത് കയറി ചത്തോ ചത്തില്ലയോ അല്ലാഹു അലഹൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ല. അതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് ഒരു ഹജ്ജിന്റെ പൈസ, ഒരു ഹജ്ജിന്റെ പൈസ കൊടുക്കണം. അതാണ് അതിന്റെ തർത്തീബ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നിന്റെ കഅബ ശരീഫിലേക്ക് വന്നാൽ നീ ഞങ്ങൾക്ക് തരുന്ന ഗുണമെന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല ദാവൂദ് നബിക്ക് മറുപടി പറഞ്ഞു, യാ ദാവൂദ്, എന്നെ കാണാൻ ലക്ഷ്യം വെച്ച് നീയത്തോടുകൂടി എന്റെ വീട്ടിലേക്ക് വരുന്നവർക്ക് അൻഉആഫിയഹും വഅഗ്ഫിറ ലഹും, ഞാൻ അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കും, അവരുടെ പാവം പുറത്തു കൊടുക്കും. നല്ല ആരോഗ്യം കൊടുക്കും, പാവം പുറത്തു കൊടുക്കും. ആരോഗ്യം കൊടുക്കുന്ന പറഞ്ഞത്. ആരോഗ്യം വേണോ? മെഡിക്കൽ കോളേജിൽ പോണ്ട, ഹജ്ജിന് പോവും. ആരോഗ്യം തരും അല്ലാഹു തആല. ആരോഗ്യം തരും അല്ലാഹു തആല ആണ് പറഞ്ഞത്. ആരോഗ്യം തരും. പടച്ചോ പറഞ്ഞ വാക്കല്ലേ. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വാക്കാണ്. ആർക്കെങ്കിലും ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി ലഖദ് ഹമംതു അൻ അബ്ഉസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ ഫയൻളുറു ഇലാ മൻ കാന ലഹു ജിദ്ദത്തുൻ ഫലം യഹുജ്ജ. ആരെങ്കിലും ഈ നാട്ടിൽ ഹജ്ജ് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിട്ട് കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൂതന്മാരെ അയച്ചു നോക്കും. അവന്റെ വീട്ടിൽ പണമുള്ളവനാണോ ഇവന് പണമുള്ളവനാണോ എങ്കിൽ അവനെ പിടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് നല്ല പെറ്റി അടിപ്പിക്കും, പെനാൽറ്റി അടിപ്പിക്കും. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞ വാക്ക് മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ. 2 പ്രാവശ്യം പറഞ്ഞു ഉമർ മുസ്ലിങ്ങളെ അല്ല, ഉമർ മുസ്ലിങ്ങളെ അല്ല. അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹുവിന്റെ വാക്കാണ്. അപ്പോൾ നോക്കും. അപ്പൊ നമുക്ക് ഇന്ന് ദൂതന്മാരെ ഒന്ന് വിട്ടിട്ട് നമ്മുടെ ഈ പരിസരത്തുള്ളവരൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ ഈ ജമാഅത്തിൽ എത്ര വലിയ സാമ്പത്തികമായ സ്രോതസ്സുള്ളവരുണ്ടായിട്ട് ഹജ്ജിന് പോയില്ല എന്നൊരു കണക്കെടുത്താൽ എന്തായിരിക്കും രംഗം? ഹജ്ജിന് പോയില്ല എന്നൊരു കണക്കെടുത്ത് നോക്ക്. ഇവരെ കുറിച്ച് എന്താ പറഞ്ഞു ഉമർ? മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളെ അല്ല. ഇത്രയും പണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിട്ട് നീ ഹജ്ജിന് പോകാതെ ഈ പണം കൊണ്ട് നീ സൂചിച്ച് തിന്നാണില്ലേ, നീ മുസ്ലിമേ അല്ലടാ. ഉമർ റളിയല്ലാഹുവിന്റെ വാക്കാണ്, എന്റെ വാക്കല്ല കേട്ടോ. ഉമർ റളിയല്ലാഹുവിന്റെ വാക്കാണ്. എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമാണ്. പോണ്ടേ, അല്ലാഹയെ കാണണ്ടേ, കഅബയിൽ എത്തണ്ടേ. ഇനിയൊരു കാലം വരും അബിവേ, പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. പണം ഉണ്ടാവും കയ്യിൽ, സ്വർണം ഇഷ്ടം പോലെ ഉണ്ടാവും, ആർക്കും വേണ്ടി വരില്ല. സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കൂല. സക്കാത്ത് കൂടെ നമ്മൾ പോവും, ആർക്കും വേണ്ട. നിനക്ക് വേണം ഞാൻ തരാം, എൻ്റെ അടുത്തിരിപ്പുണ്ട് കുറച്ച്, ഒരുപാട് സ്വർണ്ണമായിട്ട് കൊണ്ടുപോകും. അദ്ദേഹത്തെ നിനക്ക് വേണം, അതാ വീട്ടിലിരിപ്പുണ്ട്, ആർക്കും വേണം, അവിടെ ഇരിപ്പുണ്ട്, തകർത്തുകൊണ്ട് പോകും. ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചു വന്നപ്പോ ഹജ്ജിന് സീറ്റ് കിട്ടുന്നില്ല. ആ അവസ്ഥ എത്തിയില്ലേ? 2 ലക്ഷം രൂപയ്ക്ക് ഹജ്ജ് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു, 1 ലക്ഷം രൂപയ്ക്ക് ഹജ്ജ് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു, 50,000 രൂപയ്ക്ക് ഹജ്ജ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് എത്ര 8 ലക്ഷം 7 ലക്ഷത്തി വരെ എത്തിയില്ലേ? 7-8 ലക്ഷം എത്തിയില്ലേ? ഇനി അടുത്ത വർഷം 10 ലക്ഷം ആയാലും ഭാര്യയ്ക്കും ഭർത്താവിനും പോണെങ്കിൽ 1/4 കോടി രൂപ വേണം ഹജ്ജിന് പോകാൻ. 20-25 ലക്ഷം രൂപ വേണം. ഇനി ഒരു സമയം വരും 1/4 കോടി രൂപ ഹജ്ജിന് പോകാൻ. ആർക്ക്? ഭാര്യയ്ക്കും ഭർത്താവിനും. അപ്പൊ പോവാരല്ലോ കണക്ക് നോക്കുമ്പോ 25 ലക്ഷം. അല്ലോ ചിന്തിക്കും. അവൻ മറ്റോ ഇറങ്ങി വരും മോളിൽ നിന്ന്, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല, രാവിലെ ഇശ്റാഖ് നിസ്കരിച്ച് ഹജ്ജിന്റെ ഉംറയുടെയും കൂലി കിട്ടും, നിനക്ക് നിസ്കരിച്ചൂടെ? ഈ 25 ലക്ഷം കൊടുത്തിട്ട് നീ ഹജ്ജിന് കൊണ്ടോ വല്ല ആവശ്യമുണ്ടോ? കച്ചവടത്തിനിട്ട് അടുത്ത വർഷം 50 ലക്ഷം കിട്ടൂലേ? ചിന്തിക്കും. സബൂറ പോകണ്ട, നമുക്ക് അടുത്ത വർഷം വല്ലതും നോക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പം വലിയ പാട്, അവിടെ ഭയങ്കര ചൂടാന്ന് പറയുന്നത്, ഭയങ്കര തിരക്കാന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പോകണ്ട, അടുത്ത വർഷം ആവട്ടെ. യാ അല്ലാഹ് എടുത്ത് മാറ്റ് കച്ചവടത്തിലേക്ക്. അള്ളാന്റെ ഫضل കൊണ്ട് അടുത്ത വർഷം അമ്മ ആ കൊടുത്ത പൈസ ആയിട്ട് അവനോട്ട് അങ്ങ് മുങ്ങും. അല്ലാഹു തആല അവനെ കൊണ്ട് 50 കൂടെ മൊത്തത്തിൽ അങ്ങ് പോകും. ഉള്ളതും കൂടെ പോയി. പടച്ചവന്റെ കളി അങ്ങനെയാണ്. ഇത് കൊടുത്താൽ പടച്ചവൻ നിലനിർത്തും. ദുനിയാവിന് വേണ്ടി കൊടുക്കുമ്പോൾ പടച്ചവൻ അതും കൊണ്ട് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹ് നമുക്കെന്ന സമ്പത്ത് അള്ളാഹ് കടം തന്ന. ഇത്ര നാൾ നമ്മൾ കടം തന്ന, എന്നിട്ട് ചോദിക്കണം, വാ എന്റെ പൈസ തിരിച്ചതാ, വാ 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 വാ. ആരാണ്? മൻദല്ലദി യുഖ്റിദുല്ലാഹ ഖർദൻ ഹസന. അല്ലാഹ്ക്ക് ഒരു നല്ല കടം കൊടുക്കാൻ ആരുണ്ട്? ഫയുളാഇഫ ലഹു, അവൻ അല്ലാഹ് അത് ഇരട്ടി കൊടുക്കും, ഇരട്ടിയാക്കി കൊടുക്കും. മഫ്തഖറ ഹാജ്ജുൻ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, ആരംഭപ്പൂവായ മുത്തു നബിയുടെ വാക്കാണ്, ആ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. മഫ്തഖറ ഹാജ്ജുൻ,
ഒരു ഹാജിയും ദാരിദ്ര്യനാവുകയില്ല, ഫക്കീറാവുകയില്ല. ഒരു ഹാജിയും പിച്ചക്കാരനാവൂല. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ നിനക്ക് സാമ്പത്തികമായ ഒരു നഷ്ടം അല്ലാഹു തആല വരുത്തൂല. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ നിയത്ത് ചെയ്യ്, എന്ത് പ്രശ്നം വന്നാലും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഹജ്ജിന് പോകണം. എന്താ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറപ്പില്ല. കാരണം എങ്ങനെ പൈസ ഒന്നും ഇല്ല, ഞാൻ എന്ത് ഇൻഷാ അല്ലാഹ്. അതാണ് ഈമാനിന്റെ കുറവ്. അതാണ് ഈമാനിന്റെ കുറവ്. ഇൻഷാ അല്ലാഹ്ക്ക് പൈസ ഇല്ലല്ലോ, ഉണ്ടോ? ഇൻഷാ അല്ലാഹ് പറയാൻ ടാക്സ് അടയ്ക്കണോ? പടച്ചവനെ എനിക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിന്റെ വീടൊന്ന് കാണാൻ. റബ്ബേ എനിക്ക് നല്ല ഹജ്ജ് ചെയ്ത് ഒരു തെറ്റ് ചെയ്യാതെ നിന്നെ ഒന്ന് കണ്ടുമുട്ടാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്. സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ലാഹ് അവിടെ ചോദിച്ചില്ലല്ലോ. ഇതൊന്നും സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലാഹ് ഉദ്ദേശിച്ചാൽ കൊണ്ടുപോകാൻ പറ്റൂലേ? അല്ലാഹു നീ എന്നെ ഒന്ന് കൊണ്ടുപോകണം. ഈ ജുമാഅയുടെ സമയത്ത് ഈ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൽ ഇവിടെ ഇരുന്നിട്ട് ആ മനസ്സുകൊണ്ട് അല്ലാഹ് എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ സമ്പത്തില്ലെങ്കിൽ ഒരാൾ ഓടി വരും, എൻ്റെ ഒരു ഹജ്ജ് ഞാനൊരാൾക്ക് നിയത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ. ആള് കൊണ്ടുവരും. നിന്റെ മനസ്സ് പോലെ ഒരാൾ വരും, എന്നെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോകാൻ നിയത്ത് ചെയ്ത് ഞാൻ കൊണ്ടുപോകും. എത്ര സാധുക്കൾ ആഗ്രഹിച്ചവരെ കൊണ്ടുപോയിട്ടുണ്ട്. എത്ര സാധുക്കൾ, എത്ര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഹബീബേ, ഈ ദുനിയാവിൽ നടന്ന എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് മരിക്കണം, അവിടെ പോയി മരിക്കണം എന്ന് ദുആ ചെയ്ത് അടുത്ത സമയത്താണ് ഈ കേരളത്തിൽ നിന്ന് ഒരു പെണ്ണുമ്പിള്ള അവിടെ പോയിട്ട് മരിച്ചത്. എങ്ങനെ മരിച്ചു അല്ലാഹു അലം. എല്ലാം റെഡിയായി തിരിച്ചു വരാൻ പോവാണ്. ടിക്കറ്റ് എല്ലാം എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് പടച്ചവനെ റസൂലുള്ളാഹിയുടെ അടുക്കൽ വഫാത്താണ് ആഗ്രഹം. എല്ലാം ഓക്കെ ആയി, കേറിക്കോ, എല്ലാം കൊണ്ടുപോവാണ് ബസ്സിനകത്ത്. അപ്പോഴത്തേക്ക് തല ഇറങ്ങി വീണ് തീർന്ന് മദീനയിലെ. അതാണ് ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹം അല്ലാഹു റസൂലാണോ? ഉമർ റളിയല്ലാഹുവിന്റെ ആഗ്രഹം എനിക്ക് എന്റെ റസൂലിന്റെ മണ്ണിൽ മരിക്കണം. എന്റെ ആഗ്രഹം അതാണ്. ഞാൻ മക്കയിലൊക്കെ ജനിച്ചത് സംഭവം ശരിയാണ്. എന്റെ ഹബീബ് എവിടെയാണോ എനിക്ക് അവിടെ തന്നെ കടന്ന് മരിക്കണം. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാവണം. എനിക്കതാണ് എന്റെ ആഗ്രഹം ജീവിതത്തില്. ഒരുപാട് തെറ്റ് ചെയ്ത് ശിർക്കിൽ വളർന്നു വന്നവനാണ്. എനിക്ക് ഇസ്ലാം കിട്ടിയപ്പോ എനിക്ക് വലിയ പ്രഭയായി പോയി. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദാവുകയും റസൂലുള്ളാഹിയുടെ അടുക്കൽ മരിക്കുകയും ചെയ്യണം, വഫാത്താവണം. ഇത് രണ്ടും അല്ലാഹു കൊടുത്തില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തില്ലേ? അല്ലാഹുവല്ലേ ഇന്നുള്ളത്. നമ്മളത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നോക്ക്. എനിക്ക് പണമില്ല പടച്ചവൻ, ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം വെച്ച് അല്ലാഹു തആല നിന്നെ ഹാജിയാക്കി നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടെ പറ, ഇന്ന് മുതൽ നിങ്ങൾ പണിയെടുക്ക്, കുറേശ്ശെ മാറ്റി വെക്ക്. അടുത്ത വർഷം പോകാനുള്ള സമയമാകുമ്പം അതിന്റെ പൈസ പടച്ചവൻ എത്തിച്ചു തരും. ഉഷാറില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിയത്ത് വെക്കുകയാണ്, എനിക്കൊന്ന് അടുത്ത വർഷം പോണം. പടച്ചവനെ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ പറ. ഞാനെങ്കിലും പോട്ടെ, പോയിട്ട് നിങ്ങൾ കൊണ്ട് ദുആ ചെയ്യാം. പിന്നെ അല്ലാതെ ഞാനെങ്കിലും പോട്ടെ, നിങ്ങൾ നിന്ന് ആമീൻ പറ ആത്മാർത്ഥമായിട്ട്. ഞാനെങ്കിലും പോട്ടെ. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇത്രയും കിടന്ന് നെക്കി പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഷാ അല്ലാഹ് ഉറപ്പ് അതെ ഇതാണ് നമ്മുടെ മൊത്തം പ്രശ്നം. ഇടയിൽ ഉസ്താദ് പറയുന്നത് വാത്യ ഓതിയാൽ മതി, അവന്റെ ആ രോഗം മാറുമെന്ന്. ഗുളിക കഴിക്കണോ വാത്യ ഓതണോ? ഞാനിപ്പോ പറയുന്നു, ഉറപ്പ് തരുന്നു, നിന്റെ ഹാർട്ട് അറ്റാക്ക് മാറും ഈ ഗുളിക വേണ്ട വാത്യ ഓത്. ആരെങ്കിലും വാത്യ ഓതി രക്ഷപ്പെടുവോ ഉസ്താദ്? അവിടെ ഉസ്താദ് അങ്ങനെല്ലാം പറയും. നീ വേണമെങ്കിൽ ഇഞ്ചക്ഷൻ പോയി പെട്ടെന്ന് അതേ പറയുള്ളൂ. ഓക്കെ, നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. ഓക്കെ, ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെയാണ്. അല്ല നമ്മളിപ്പോ മരുന്ന് കഴിക്കണ്ടെന്നൊന്നും അല്ല ഇസ്ലാമിൽ. അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം. ചികിത്സിക്കാതെ ഇരുന്ന് ബന്ധക്കോസ്തുകാരോട് ദുആ ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. അവൻ വഴിയായി പോവുക തന്നെ ചെയ്യും. ചികിത്സിക്കുക, ദുആ ചെയ്യുക, പ്രേ ആൻഡ് വർക്ക് രണ്ടും കൂടെ ചെയ്യുക. പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഈ വർഷം ഹജ്ജിന് പോകുന്നവരെന്തി 5 പേര്? നമ്മൾ ഇവിടുന്ന് 5 പേര് എന്ത് ആരൊക്കെ ഉണ്ട്? വേറെ 5 പേര് ഇങ്ങോട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടോ? എന്ത് ഇങ്ങോട്ട് വാ, പൊരുത്തമൊക്കെ ചോദിക്കണ്ടേ? എല്ലായിടത്തും പൊരുത്തം. ഹജ്ജിന് കിട്ടിയ ഒരു അവസരം. മൻ ഖലാ നുസ്കഹു, മൻ ഹജ്ജൽ ബൈത വഖലാ നുസ്കഹു വസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി. ഒരാൾ ഹജ്ജ് ചെയ്തു, ആ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു എങ്കിൽ അവൻ അല്ലാഹു കൊടുക്കുന്ന വസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അടുത്ത അവന്റെ ഡ്യൂട്ടി എന്താ? ഹജ്ജ് കഴിഞ്ഞാൽ പോരാ, അവന്റെ നാവ്
അവന്റെ കൈ എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കണം എങ്കിൽ മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കും. അതാണ് ഹാജിയുടെ രഹസ്യം. രണ്ടുപേരോട് രണ്ടുപേരോട് 5 പേരെന്നല്ലേ പറഞ്ഞേ? രണ്ടുപേരെവിടെ ഉണ്ടോ? എവിടെ പൊരുത്തം ചോദ്യം ബാ ഇങ്ങോട്ട് എഴുന്നേറ്റ് എല്ലാവരുടെ അടുത്ത്. ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് പൊരുത്തം ചോദിക്കാൻ. മിണ്ടാതെ അങ്ങനെ ഹജ്ജിന് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ആർക്കെങ്കിലും പൈസ കൊടുക്കണ്ടേ പിടിച്ചു മേടിച്ചോട്ടെ, അങ്ങനെയെങ്കിലും. അതാണ് അതിന്റെ അർത്ഥം. പിന്നെ അല്ലാതെ മുങ്ങാൻ പറ്റൂലല്ലോ. ഈ പണി നമുക്കെല്ലാം നടക്കുള്ളൂ. വേറെ അത് മിണ്ടാതെ മുങ്ങിയവരൊക്കെ ഉണ്ട്. പൊരുത്തം ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി പൈസ ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഒരാളോടുണ്ടല്ലോ, ആരെ പേര് വന്നിട്ടില്ല? ശരി, അത് ഹൈർ, കുഴപ്പമില്ല. അപ്പൊ ഈ 4 പേര് കഴിഞ്ഞ ആഴ്ച 2 പേര് പോയി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കാർഗോ ഷാജിയും വേറൊരു സഹോദരനാണ്, പേര് ഓർമ്മയില്ല, 2 പേര് പോയി. പെട്ടെന്നാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം, പെട്ടെന്ന് വന്നതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല. അവർക്ക് വേണ്ടി ഞാൻ പൊരുത്തം ചോദിക്കുകയാണ്. പൊരുത്തപ്പെട്ട് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല അവരുടെ ഹജ്ജിനെ മഖബൂലും മബ്റൂറുമാക്കട്ടെ. കാരണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്കും പുറത്തു തരും. നമ്മളിത് പിടിച്ചു വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, പൊരുത്തപ്പെട്ട് കൊടുത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പോയവരുടെ ഹജ്ജുകളെ അള്ളാഹ് സ്വീകരിക്കുകയും വഴികളെ എളുപ്പമാക്കി കൊടുക്കുകയും തടസ്സങ്ങളും നീക്കി കൊടുക്കുകയും റാഹത്തായ രീതിയിൽ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് സിയാറത്ത് ചെയ്ത് ആഫിയത്തോടെ മടങ്ങി വരാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 4 പേര് ഒരാളോട് ഉണ്ട്, അദ്ദേഹം ആറ്റിങ്ങിൽ പോയിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇവിടെ നിന്ന് ഹജ്ജിന് പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അവര് ഒരു 2 വാക്ക് പൊരുത്തം നമ്മുടെ ഈ മഹലുമായിട്ട് ബന്ധപ്പെട്ടവരായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ആ പൊരുത്തം വാങ്ങിയിട്ട് സന്തോഷമായിട്ട് ഇൻഷാ അള്ളാഹ് അവരെ യാത്രയാക്കി. ഇവിടുന്നാ പോകുന്നത് 28-ാം തീയതി. മൈക്ക് വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട മാതാവും ഈ കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. ഏതാണ്ട് ഇൻഷാ അല്ലാഹ് 10 വർഷത്തോളം ആഗ്രഹിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹവും പരിശ്രമവുമാണ് ഇതിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കലും സമ്പത്തോ അല്ലെങ്കിൽ അധികാരമോ ഒന്നുമല്ല, സാധാരണ ഒരു ആളാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, അള്ളാഹു എത്തിക്കും. തീർച്ചയായും എല്ലാവരും നിയ്യത്ത് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. എല്ലാവർക്കും അടുത്ത ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അസ്സലാമു അലൈക്കും. ഞാനും എൻ്റെ ഭാര്യയും പോവുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഞാൻ ഹജ്ജിന് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനും എൻ്റെ ഭാര്യയും ഹജ്ജിന് പടച്ചതമ്പുരാൻ സഹായിച്ച് ഹജ്ജിന് പോകാൻ സൗഭാഗ്യം കിട്ടി. ഇൻഷാ അല്ലാഹ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാഫി തരണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നതാണ്. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ മുസാഫാത്ത് ചെയ്തിട്ട് പോയിക്കോളി. ഒരു ഹാജിയെ നമ്മൾ ദുആ ചെയ്ത് ആക്കണമെന്നാണ് ഹദീസ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പിന്നെ അടുത്ത ആഴ്ചകൾ നമ്മൾ അതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഒരു ഹാജി യാത്രയാക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരെ യാത്രയാക്കണം. തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ വരണം, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ മഹല്ലുകാർക്ക് നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെയാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ അടുത്ത വർഷം നമുക്ക് ഇവിടുന്ന് ഒരു വലിയൊരു ജമാഅത്തായിട്ട് ഹജ്ജിന് പോകാൻ ഒരു ഭാഗ്യം അള്ളാഹു തരട്ടെ. അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ടുപോയ റിദ്വാൻ ഹാരിസ് എന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ, സുഖമില്ലാതെ 2 മാസമായി ചികിത്സയിൽ കഴിയുന്ന ഖുറൈശയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കടങ്ങൾ മാറുന്നതിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ, മാതാവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യുവാൻ മകൻ. ഇന്ന് SSLC റിസൾട്ട് വരുന്ന ദിവസം എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയ മണക്കാട് ജമാഅത്ത് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ജമാഅത്ത് ബുക്ക് നമ്പരും ഫോൺ നമ്പരും മാർക്ക് ലിസ്റ്റും സഹിതം ജമാഅത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. 10ാം ക്ലാസ് വരെയുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന മണക്കാട് ജമാഅത്ത് അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് ജമാഅത്തിൽ നിന്നും പഠന ഉപകരണങ്ങൾ നൽകുന്നു. നിർധരരായ വിദ്യാർത്ഥികൾ ജമാഅത്ത് അംഗങ്ങളുടെ ബുക്ക് നമ്പർ സഹിതം അടക്കം 15-ന് മുമ്പായി ജമാഅത്ത് ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ്.
ഉളുഹയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവർ ജമാഅത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. കാള 10,000, പോത്ത് 12,000. റമളാൻ ഖിദ്മത്ത് കമ്മിറ്റിയുടെ കണക്ക് ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പ്രസിദ്ധീകരിക്കുന്നതാണ്. 29 മരണപ്പെട്ട ഇവിടെ കബറടക്കിയ ഷിഹാബുദ്ദീൻ സാഹിബിന് വേണ്ടിയും ദുആ ചെയ്യാൻ. 16 വെള്ളിയാഴ്ച 4 മണി മുതൽ ഇഖ്റ ദീനിയാത്ത് മദ്രസയുടെ പഠനാരംഭവും ഹിഫ്ള് പൂർത്തീകരിച്ച 2 പെൺകുട്ടികളുടെ ഹിഫ്ള് പൂർത്തീകരണ സദസ്സ് നടക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കുക. അടുത്ത വെള്ളിയാഴ്ച 4 മണി മുതൽ അസർ കഴിഞ്ഞ് ഇശാ വരെയുള്ള സദസ്സായിരിക്കും. എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിനീതനും അതിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷ്യങ്ങളെ ഉദ്ദേശങ്ങളെ എല്ലാം അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഹജ്ജിന് പോയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. മഹല്ലുകാരോട് പ്രത്യേകം പറയണമെന്നും പൊരുത്തം വാങ്ങണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പോയതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളും അവർക്ക് വേണ്ടി എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുക. അടുത്ത ആഴ്ച ഇനി ഹജ്ജിന് വല്ലതും പോകുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതേപോലെ ജുമാക്ക് ഇവിടെ വന്ന് എന്നൊരു വാക്ക് നമ്മളൊന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിനകത്തുള്ളതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അതൊരു വലിയൊരു ഹൈറാണ്. ഒരു പൊരുത്തം വാങ്ങലും ചോദിക്കലും. അല്ലാതെ കണ്ട് നമ്മൾ ഹജ്ജിനൊക്കെ പോയിട്ട് വന്നിട്ട് ഈ മിണ്ടാതിരുന്നിട്ടൊന്നും ഹജ്ജ് ചെയ്തിട്ടൊന്നും വലിയ പുണ്യമില്ല, വലിയൊരു കാര്യവുമില്ല. അതുകൊണ്ടൊക്കെ അങ്ങോട്ട് ഇടപാടുകൾ ഉള്ളവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് പോവാം. ഇപ്പൊ തന്നെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ എഴുതി വെച്ചിട്ട് മക്കളെയോ മരുമക്കളെയോ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഏൽപ്പിക്കുക. എനിക്ക് ഇന്ന സ്വത്തുണ്ട്, മുതലുണ്ട്, ഒരുപക്ഷെ ഞാൻ മരിച്ചുപോയാൽ അത് വിറ്റ് നിങ്ങൾ എൻ്റെ കടങ്ങൾ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് വേണം പോകാൻ. അതിനാണ് ഇങ്ങനെയൊക്കെ ഈ പൊരുത്തമൊക്കെ ചോദിക്കുന്നത്, അല്ലാതെ അറിയിക്കാനൊന്നുമല്ല. പണ്ടൊക്കെ ഹജ്ജിന് പോകുമ്പം ഈ മയ്യത്ത് തുണി കൂടെ കൊണ്ടുപോകും. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ചിലപ്പോൾ പോകുന്ന വഴിക്ക് മരിച്ചാൽ അതിലങ്ങ് അടക്കിക്കൊള്ളട്ടെ, ഇങ്ങോട്ട് തിരിച്ചു വരവൊന്നും ഉണ്ടാവൂലല്ലോ. അപ്പോൾ ഒരു ഹിജ്റയാണ്, ഒരു യാത്രയാണ്. എല്ലാം വിട്ടിട്ട് പോകുന്ന പോലെയാണ്. വന്നാൽ വന്നു, പോയാൽ പോയി, അങ്ങനെയാണ് എൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഈ പോകുന്നവർക്ക് അല്ലാഹു അവരുടെ വഴികളെല്ലാം റാഹത്തിലും ബർക്കത്തിലും ആക്കി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് പേർക്ക് കിട്ടാതെ വളരെ നിരാശരായവരുണ്ട്. വിഷമിക്കണ്ട, നമ്മൾ നിരാശപ്പെടണം. നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തിയായി. ഇത് അള്ളാന്റെ ഭാഗത്തുള്ള തൗഫീക്ക് കിട്ടണം. പൈസ ഉണ്ട്, അത് അടച്ചു, അതിന്റെ വേറെന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി, കിട്ടുന്നില്ല. അത് കിട്ടും. കിട്ടിയാൽ പോകാം, ഇല്ലെങ്കിൽ സബൂറാക്ക്, അടുത്ത വർഷം പോകാം. പേടിക്കൊന്നും വേണ്ട, അതിനകത്ത് നിരാശ വേണ്ട. ഒരുപാട് പേർക്ക് നിരാശയുണ്ട്. പോകാൻ പറ്റിയില്ലല്ലോ, പോകാൻ പറ്റില്ല. ഒരിക്കലും നിരാശ വേണ്ട ഹബീബേ. അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇനി നിങ്ങൾ അടുത്ത വർഷത്തിൽ മരിച്ചുപോയി, തീർച്ച നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടും. പേടിക്കണം. കാരണം അതാണ് നിയത്ത് വെക്കാൻ പറഞ്ഞത്. അപ്പൊ നിയത്ത് വെച്ചിട്ട് അടുത്ത വർഷത്തിൽ മരിച്ചു പോയാൽ ഇൻഷാ അല്ലാഹ് ഹാജിയായിട്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതാണ് നിയത്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലപോലെ നിയത്ത് ചെയ്തോളി. എന്നിട്ടൊന്ന് പരിശ്രമിക്കും. പടച്ചവൻ നമ്മളെ എത്തിക്കും. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ 10 വർഷമായിട്ട് നിയത്താണ്, അള്ളാഹ് എത്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയത്ത് ചെയ്യ്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ, പടച്ചവനെ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഹാജിമാരുടെ ഈ ഹജ്ജിന്റെ യാത്ര നീ കബൂലാക്കണേ പടച്ചവനെ. യാത്രകളെ എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ പടച്ചവനെ. ആഫിയത്തോടുകൂടി എല്ലാ മേഖലകളും പുൽകുവാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു ഫർളോ ഒരു വാജിബോ ഒന്നും വിട്ടുപോകാതെ നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഓർമ്മയോടുകൂടി ഞങ്ങൾക്കും ഈ ഉമ്മത്തിനും വേണ്ടി ദുആ ചെയ്യാൻ അവർക്ക് നീ ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ സബർ കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം ക്ഷമയാണ്. ഈ സമയത്ത് അല്ലാഹുവേ ക്ഷമിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹ്, ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ നിന്റെ ഭവനത്തിൽ എത്തിക്കണേ പടച്ചവനെ. നിന്റെ ഹബീബിന്റെ ചാരത്ത് നീ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു സലാം ചൊല്ലാതെ 6 റൗളയിൽ 2 റക്അത്ത് നമസ്കരിപ്പിക്കാതെ ഞങ്ങളെ നീ ഒരിക്കലും മരിപ്പിക്കല്ലേ അല്ലാഹ്. അതിനുള്ള വഴി തുറന്നു തരണേ അല്ലാഹ്. അതിനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, അടുത്ത വർഷം നിയത്തോടുകൂടി അല്ലാഹുവേ ഇഖ്ലാസോടുകൂടി ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുടെ വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് ഇവിടെ വായിക്കപ്പെട്ടത്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും നീ നൽകണേ അല്ലാഹുവേ. അവരുടെ ഖബർ വിശാലത കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. സുഖമില്ലാതെ കിടക്കുന്നവർ, ആശുപത്രിയിൽ കഴിയുന്നവർ, അല്ലാഹുവേ നീ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യ സലാമത്ത് നൽകണേ അല്ലാഹ്.
പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.